ഇക്കാണുന്ന 11 kV ലൈൻ വരെ തൂക്കുപാലം സ്വദേശി പ്രഭാകരന്റെ കിട്ടിയാൽ അടിച്ചു റൊട്ടിയാക്കി തരും. അതായത് ഏത് കറണ്ടിനെയും തന്റെ വരുതിയിലാക്കുന്ന ഒരു കണ്ടുപിടുത്തമാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത്. കേട്ടാൽ ഷോക്കടിക്കുന്ന കാര്യമാണ്. ഈ വിമുക്ത ഭടൻ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു. അതായത് വീട്ടിലെത്തുന്ന കറണ്ടിനെ ഷോക്കടിപ്പിക്കാത്ത രീതിയിലേക്ക് മാറ്റുന്നു. പ്രത്യേക എർത്തിങ് സംവിധാനമാണ് ഇദ്ദേഹം നടപ്പാക്കുന്നത്. ഷോക്കടി തടയുന്ന യന്ത്രത്തിന്റെ കാഴ്ച കാണുന്ന കലൈഡോസ്കോപ്പിന്റെ പ്രേക്ഷകരോട് ഒരു അപേക്ഷയുണ്ട്. ഇടുക്കിയിലെ പ്രഭാകരന്റെ വീട്ടിൽ മാത്രമേ ഇപ്പോൾ ഈ യന്ത്രമുള്ളൂ. സ്വന്തം വീട്ടിലെ പ്ലഗ് പോയിന്റിൽ വേറിലിട്ട് ഇത് പരീക്ഷണം നടത്തരുത്. അതിന് കലൈഡോസ്കോപ്പ് ഉത്തരവാദിയായിരിക്കുന്നതല്ല. ഷോക്കടിക്കുന്ന കണ്ടുപിടുത്തമാണിത്. കാര്യം കറണ്ട് ആയതിനാൽ കലൈഡോസ്കോപ്പിലെ ഈ കാഴ്ച കണ്ട് ആരും ഇത്തരം പരീക്ഷണം നടത്തരുതെന്ന് അപേക്ഷിക്കുന്നു. ഇടുക്കി തൂക്കുപാലം സ്വദേശി പ്രഭാകരനാണ് ഷോക്കടിക്കുന്ന കറണ്ടിനെ തോൽപ്പിക്കാൻ പുതിയ സാങ്കേതിക വിദ്യയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പട്ടാളത്തിലെ ചിട്ടയായ ജീവിതത്തിന് ശേഷം നാട്ടിൽ മടങ്ങിയെത്തിയ പ്രഭാകരൻ ചെറുകിട ഇലക്ട്രിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചായിരുന്നു തുടക്കം. പിന്നീട് സ്റ്റെബിലൈസർ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നിർമ്മാണശാല ആരംഭിച്ചു. അപ്പോഴാണ് ഷോക്ക് എന്ന വില്ലൻ പ്രഭാകരന്റെ ജീവിതത്തിൽ വെല്ലുവിളി സൃഷ്ടിച്ചത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് പണിശാലയിൽ ഷോക്കേൽക്കുന്നത് നിത്യസംഭവമായതോടെ ഷോക്കിനെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ പ്രഭാകരൻ തുടങ്ങി. മാസങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ അതിർത്തിയിലെ പട്ടാളക്കാരന്റെ വിജയം പോലെ വീട്ടിലെത്തുന്ന വൈദ്യുതിയെയും പ്രഭാകരൻ വരുതിയിലാക്കി. പ്രഭാകരൻ നിർമ്മിച്ച പ്രത്യേക ഉപകരണത്തിൽ കൂടി വൈദ്യുതി മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങളിലേക്ക് കടത്തിവിട്ടാൽ കറണ്ടിനെ പേടിക്കാതെ എന്തും ചെയ്യാം. തെളിവിനായി വൈദ്യുതി കടന്നുവരുന്ന പ്ലഗിനുള്ളിൽ ആണിയും കൈയുമൊക്കെ കടത്തി നോക്കാം. കണ്ടോ, പ്രഭാകരന്റെ മുന്നിൽ കറണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയായത്. വൈദ്യുതിയെ വരുതിയിലാക്കുന്ന ഈ കണ്ടുപിടുത്തത്തിന്റെ പേറ്റന്റിന് അപേക്ഷിച്ചിരിക്കുന്നതിനാൽ ഉപകരണത്തിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള നിർമ്മാണം ഇനിയും ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തന്റെ കണ്ടുപിടുത്തത്തിന്റെ രഹസ്യം പ്രഭാകരൻ വെളിപ്പെടുത്തുന്നില്ല. പേറ്റന്റ് ലഭിച്ചാൽ 10,000 രൂപയ്ക്ക് താഴെ ഈ ഉപകരണം നിർമ്മിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊരു വീട്ടിൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു വീടിന്റെ മെയിൻ സ്വിച്ചിന്റെ ഔട്ട്പുട്ട് നമ്മുടെ ഇൻസ്ട്രുമെന്റ്സിൽ പിടിപ്പിച്ചാൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന കറണ്ട് മനുഷ്യനെ അടിക്കത്തില്ല, ജീവജാലങ്ങൾക്ക് ബാധകമാണ്. അതതിന്റെ ഫസ്റ്റ് പ്രത്യേകത. പിന്നെ ഇത് കുട്ടികളൊക്കെ പോയിട്ട് പ്ലഗിനകത്ത് ആണിയിട്ട് കുത്തുക, അല്ലെങ്കിൽ തേപ്പ് കെട്ടിയെന്ന് കറണ്ട് അടിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ ഈ സിസ്റ്റത്തിൽ നിന്നും ഉണ്ടാകത്തില്ല. അപ്പൊ ഇത് ചെറിയ വീടുകൾക്ക് തൊട്ട് വലിയ വീടുകൾക്കോ ഫാക്ടറിക്കോ എന്തിനു വേണം പിടിപ്പിക്കാം. ഇനി വേണ്ടി വന്നാൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ലൈനിൽ കൂടെ പിടിപ്പിക്കാം. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ലൈനിലായി നമ്മൾ പിടിപ്പിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്ന സിസ്റ്റത്തിലേക്ക് അവർ വയർ ചെയ്യണം. വീടുകളിൽ മെയിൻ സ്വിച്ചിനോട് ചേർന്ന് ഈ ഉപകരണം ഘടിപ്പിച്ചാൽ വീട്ടിലെ കറണ്ടും സുഹൃത്താകും. KSEB ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുക. ഈ ഉപകരണം ട്രാൻസ്ഫോമറിൽ ഘടിപ്പിച്ചാൽ വൈദ്യുതി ലൈൻ പൊട്ടി വീണുണ്ടാകുന്ന അപകടവും ഒഴിവാക്കാമത്രേ. വോൾട്ടേജിൽ മാറ്റമില്ലെങ്കിലും മനുഷ്യ ശരീരത്തിൽ കറണ്ടിനെ പ്രവേശിപ്പിക്കുന്നതാണ് ഈ കണ്ടുപിടുത്തം. ഇത് വിജയിച്ചാൽ കറണ്ടേ നിനക്ക് പഴയ ഗമയുണ്ടാവില്ല.